الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ ابتلى إبراهيم ربه بكلمات فأتمهن قال إني جاعلك للناس إماما قال ومن ذريتي قال لا ينال عهد الظالمين. صدق الله العظيم. ബഹുമാന്യരായ സ്നേഹസമ്പന്നരായ സഹോദരന്മാരെ, സത്യവിശ്വാസം, ജീവിതത്തിന്റെ നാനാമേഖലകളിൽ പ്രപഞ്ചനാഥനായ സർവഗുണ സമ്പൂർണനായ മഹോന്നതനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിലെത്തുന്നു. അവന്റെ അന്ത്യദൂതൻ നമ്മുടെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരുചര്യകളും ജീവിത മാതൃകകളും അനുധാവനം ചെയ്തുകൊണ്ട് പിൻപറ്റിക്കൊണ്ട് ജീവിതത്തെ അർത്ഥപൂർണമാക്കി തീർക്കുന്നു. അള്ളാഹുവിന്റെ പ്രീതിയും പരലോക വിജയവും അതിലൂടെ നേടിയെടുക്കുക. ഞാൻ എൻ്റെ സഹോദരങ്ങളോടെന്ന പോലെ എന്നോട് ഉപദേശിക്കുന്നു. കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുകയും നല്ലത് മാത്രം പിൻപറ്റുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ച ചിന്തിക്കുന്ന സന്മാർഗദർശികളായ സജ്ജനങ്ങളിൽ അല്ലാഹു നാമേവരെയും ഉൾപ്പെടുത്തിയ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ വിട്ടുപിരിഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, ഇണകൾ, മക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ, കൂട്ടുകുടുംബാദികൾ, സഹപ്രവർത്തകർ, സ്നേഹിതന്മാർ, സഹായികൾ, സർവോപരി നമ്മുടെ ഗുരുവര്യന്മാർ എല്ലാവർക്കും അല്ലാഹു വിശാലമായ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുവാണ്. നമ്മുടെ കൂട്ടത്തിൽ നമുക്ക് വേണ്ടപ്പെട്ട പലരും രോഗാവസ്ഥയിലാണ്. അവർക്കെല്ലാം അല്ലാഹു പരിപൂർണമായ ശിഫ നൽകുമാറാണ്. അവർക്ക് ജന്നാത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കുമാറാണ്. അവരുടെ അസുഖങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പരിപൂർണ ശിഫ നൽകുമാറാണ്. നമ്മളെല്ലാവരെയും അല്ലാഹു താങ്ങാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുന്നതാണ്. സഹോദരന്മാരെ, നമ്മുടെ കൊച്ചു കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഒരു വലിയ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഒരു പാർട്ടിയുടെ വലിയ ഭൂരിപക്ഷത്തോടെയുള്ള വിജയം, ആ വിജയത്തിന് ശേഷം മുഖ്യമന്ത്രി ആരാവണം എന്ന അധികാര തർക്കം നീണ്ട് ആളുകൾക്ക് അലോസരമുണ്ടാകുന്ന തലത്തോളം ഉയർന്നു. പരിഹാസവും ട്രോളുകളും നിറഞ്ഞു നിന്ന ഒരു സമയം. അപ്പോഴാണ് കഴിഞ്ഞ ദിവസം നാടിന്റെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കപ്പെട്ടത്. സന്തോഷം. നമ്മുടെ പുതിയ മുഖ്യമന്ത്രിക്ക് നാടിന്റെ സമത്വവും സമഭാവനയും നീതിയും ക്ഷേമവും മുറുകെ പിടിച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി അവരുടെ പ്രാതിനിധ്യം കണക്കിലെടുത്തുകൊണ്ട് ജനങ്ങൾ അർപ്പിച്ച വിശ്വാസത്തെ കണക്കിലെടുത്തുകൊണ്ട് ഉത്തരവാദിത്തപൂർണമായ ഭരണ നിർവഹണം നടത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. സഹോദരന്മാരെ, ഇവിടെ നമ്മൾ ജനങ്ങളുടെ അധികാരി നേതാവ് ആരാകണം എന്ന ഒരു കോളിൽ
ഉള്ളടക്കം നിറഞ്ഞ ചിന്തയിലേക്ക് നമ്മുടെ ശ്രദ്ധ നമ്മുടെ കൊച്ചു കേരളം ക്ഷണിച്ചപ്പോൾ ആഗോള സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ലോകത്തിന്റെ ഇമാം, ജനങ്ങളുടെ നേതാവ് എന്ന നിലയിൽ ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ, നിന്നെ ഞാൻ ജനങ്ങളുടെ നേതാവാക്കി അവരോധിച്ചിരിക്കുന്നു എന്ന് പ്രപഞ്ചനാഥനായ പടച്ചതമ്പുരാൻ പ്രഖ്യാപിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും അവിടുത്തെ ആ ചര്യയുടെയും ആ മില്ലത്തിന്റെയും അനുസ്മരണവും ആഘോഷവും ആഗോളതലത്തിൽ ആത്മീയമായി അലതല്ലുന്ന ഒരു സന്ദർഭത്തിലൂടെയാണ് നമ്മൾ കടന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്തുകൊണ്ടാണ് ഇമാമായി തിരഞ്ഞെടുക്കപ്പെട്ടത്? പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ 124-ാമത്തെ വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാം. വഇദ് ബിത്തലാ ഇബ്രാഹീമ റബ്ബുഹു ബികലിമാത്ത്. നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, ഇബ്രാഹീമിന്റെ നാഥൻ ഇബ്രാഹീമിനെ ചില കൽപ്പനകളിലൂടെ പരീക്ഷിച്ച സന്ദർഭം. ആ കൽപ്പനാവാക്യങ്ങൾ, നിർദ്ദേശങ്ങൾ അത് അക്ഷരം പ്രതി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പൂർണ്ണമായി സാക്ഷാത്കരിച്ചു. അല്പവും അതിന് വിഘ്നം വരുത്താതെ പൂർണ്ണമായി അങ്ങനെ തന്നെ പാലിച്ചു. അപ്പോഴുണ്ട് അല്ലാഹുവിന്റെ കൽപ്പന വീണ്ടും വന്നു. ഖാൽ ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ, താങ്കളെ ഞാൻ ഇമാമായി, ജനങ്ങളുടെ നേതാവായി നിശ്ചയിച്ചിരിക്കുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാം ചോദിച്ചു, ഖാല വമിൻ ദുർരിയതി, എന്റെ സന്താന പരമ്പരകളും അങ്ങനെ തന്നെ അധികാരം വാണരുളി പോകുന്ന ഒരവസ്ഥയുണ്ടാകും. അവരൊക്കെയും ജനനായകന്മാരും നേതാക്കന്മാരുമായി പരമ്പരാഗതമായി തായ് വഴികളായി മക്കളുടെ പരമ്പരകളായി ഇങ്ങനെ പോകുമോ? ഖാല, അല്ലാഹു പറഞ്ഞു, ലാ യനാലു അഹ്ദിൽ ളാലിമീൻ, എന്റെ ഈ കരാർ, ഞാൻ താങ്കളെ ജനങ്ങളുടെ നേതാവായി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നതുപോലെ ഇനിയും നേതാക്കന്മാരുണ്ടാവാം. പക്ഷേ എന്റെ ഈ കരാറ്, എന്റെ ഈ ഉടമ്പടി അക്രമികളായ ആളുകൾക്ക് ബാധകമല്ല. ഇതിന്റെ അർത്ഥം എന്താണ്? ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ജനാധികാരം, ജനങ്ങളുടെ ഇമാം, നേതാവ്, അധികാരി, നായകൻ, റോൾ മോഡൽ, ആ ഒരു അവസ്ഥയിൽ ഉയർന്നു നിൽക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ഭരണാധിപൻ, അദ്ദേഹം പരമ്പരാഗതമായി രാജവാഴ്ചയിലൂടെ അങ്ങനെ നേടിയെടുക്കുന്ന ഒരു സമ്പ്രദായമല്ല ഇത്. ഞാൻ നേതാവ്, എന്റെ മക്കൾ, അവൻ ആരായാലും ശരി, അവൻ നിങ്ങളുടെ ഇമാം, നിങ്ങളുടെ നേതാവ്, നിങ്ങളുടെ അധികാരി, അങ്ങനെ ആയിരിക്കും എന്നല്ലാഹു നിശ്ചയിച്ചിട്ടില്ല. മറിച്ച് അവൻ യോഗ്യതയുള്ളവനാണെങ്കിൽ അവന്റെ പാരമ്പര്യത്തിന് പ്രത്യേക മഹത്വമൊന്നുമില്ല. അവൻ അതിന് അർഹനാണെങ്കിൽ അവൻ അധികാരിയാവും. യോഗ്യതയാണ്, തഖ്വയാണ് മാനദണ്ഡം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ പറയുന്നത്. സഹോദരന്മാരെ, ഇതേപോലെ തന്നെയാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോടുള്ളതായി.
ലോകത്തോട് വിട പറയുമ്പോൾ ഒന്നും വിട്ടുപോകാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായ ബോധ്യത്തോടുകൂടി 14 ദിവസത്തിലധികം രോഗശയ്യയിലായി കിടക്കുന്ന മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് അന്തിമ വസിയത്ത് എന്ന നിലയിൽ ഒന്നും വിട്ടുപോകാതെ എല്ലാം ഓർത്തെടുത്ത് അള്ളാഹു ഓർമ്മിപ്പിച്ചതനുസരിച്ച് എല്ലാം അവിടുത്തെ അനുയായികളോട് കൃത്യമായി പറഞ്ഞു ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം നേതൃത്വം ആരുടെ കരങ്ങളിലായിരിക്കണം? അവിടെ വമ്പിച്ച ചർച്ചകളും അഭിപ്രായ ഭിന്നതകളും ഒക്കെ ഉണ്ടായി. മനുഷ്യരാണല്ലോ. പക്ഷേ അവിടെയും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതെല്ലാം അറിയുമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയാം. വഅംറുഹും ശൂറാ ബൈനഹും, അവർക്കിടയിൽ കൂടിയാലോചനയിലൂടെയാണ് അവരുടെ കാര്യനിർവഹണങ്ങൾ നടക്കേണ്ടത്. അവരുടെ ഇമാറത്ത്, അവരുടെ ഇമാമത്ത്, അവരുടെ ഖിലാഫത്ത് അതൊക്കെ തിരഞ്ഞെടുക്കപ്പെടേണ്ടത് കൂടിയാലോചനയിലൂടെ. പൂർണ്ണമായ കൂടിയാലോചന നടന്നിട്ടില്ല എന്ന് തോന്നിയപ്പോൾ, അഥവാ അൻസാറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു തആല അൻഹു, അലി റളിയല്ലാഹു തആല അൻഹു പോലെയുള്ള മഹാന്മാരായ സഹാബാക്കളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനാസ സംസ്കരണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയത്ത് അൻസാറുകളായ കുറെ സഹാബാക്കൾ സഖീഫ ബനീ സാഇദയിൽ യോഗം ചേർന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഒരു നേതൃത്വമില്ലാതെ പോവാൻ പറ്റൂല. ആ വേദനയിൽ അവർ അതിന്റെ ആ നന്മ ഉണ്ടാക്കുന്നതിന് വേണ്ടി പെട്ടെന്ന് ധൃതിയിൽ അവരെന്ത് ചെയ്തു? കൂടിയാലോചന നടത്തുകയാണ്. ആ ആലോചന പൂർണ്ണമാകുന്നില്ല എന്ന് കണ്ടപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു ഒക്കെ ഓടി വന്നു. അത് പൂർണ്ണ സ്വഭാവത്തിൽ സ്പിരിറ്റ് എല്ലാം കൂടെ പങ്കുവെച്ചുകൊണ്ട് പൂർണ്ണമായ ഒരു കൂടിയാലോചന സിസ്റ്റത്തിലൂടെ അവിടെ ഒന്നാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തിരഞ്ഞെടുക്കപ്പെട്ടു. ഞാൻ പറഞ്ഞു വരുന്നത്, അവിടെയും അലി റളിയല്ലാഹു തആല അൻഹു ഒന്നാമത്തെ ഖലീഫയായി തിരഞ്ഞെടുക്കപ്പെടുന്നില്ല എന്നത് ഇവിടെ ഈ മില്ലത്ത് ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് ചേർത്ത് വായിക്കപ്പെടേണ്ടതാണ്. അവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു പറഞ്ഞതുപോലെ എന്റെ തലമുറകളിൽ, എന്റെ സഹചാരികളിൽ, എന്റെ പിൻഗാമികളിൽ, എന്റെ കുടുംബങ്ങളിൽപ്പെട്ട ആളുകൾ അങ്ങനെയാണോ അത് പോവുക? അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയല്ല പറഞ്ഞു കൊടുക്കുന്നത്. ഇവിടെ അലി റളിയല്ലാഹു തആല അൻഹു വളരെ സച്ചരിതനും വളരെ പണ്ഡിതനും സഹാബാക്കൾക്കിടയിൽ സർവാംഗീകൃതനുമായിട്ടുള്ള ആളായിരുന്നിട്ടും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് അവിടെ എല്ലാം കൊണ്ടും കൂടുതൽ യോഗ്യതയും അവിടെ എല്ലാവർക്കും ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ റസൂലുള്ളാഹിക്ക് ശേഷം നബിയുടെ മരുമകനും അതുപോലെ വിദർവിന്റെ മോനും ഒക്കെ ആയിട്ടുള്ള ചോര കൊണ്ട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന രക്തബന്ധം എന്ന നിലയിൽ അലി റളിയല്ലാഹു തആല അൻഹുവിനെ തിരഞ്ഞെടുക്കപ്പെട്ടു. പക്ഷെ അതവിടെ നടക്കുന്നില്ല. അതാണ് ഇസ്ലാമിക ഖിലാഫത്ത്. അങ്ങനെ പോകും. ഇസ്ലാമിൽ അങ്ങനെയാണ്. അതാണ് ഷൂറ. ഇവിടെയാണ് ജനാധിപത്യവുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇന്ന് സൗദി അറേബ്യയിലും മറ്റൊക്കെ കാണുന്ന ഒരു രാജവാഴ്ച സ്വഭാവമല്ല. മക്കളുടെ മക്കൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അവൻ ആരായാലും ഏത് തെമ്മാടിയായാലും തോന്നിവാസിയായാലും അതൊന്നും പ്രശ്നമേ അല്ല. അതല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഇമാമാക്കി എന്ന് പറയുമ്പോൾ ആ ഇമാമത്ത് എന്തിന്റെ പേരിലാണ്? നമ്മുടെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ കാണാൻ കഴിയും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഇമാമത്തിന്റെ യോഗ്യതകൾ എന്തൊക്കെയായിരുന്നു. നമ്മളും അല്ലാഹുവോട് പറയുക, റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയ്യാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഏകദേശം എല്ലാവർക്കും മനപ്പാടമുള്ള ഒരു ദുആയാണ് ഖുർആനിലുള്ള. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ കണ്ണുകളെ കുളിർപ്പിക്കുന്ന ഭാര്യ സന്താനങ്ങളെ നൽകണമേ. ഞങ്ങളെ നീ മുത്തഖീങ്ങളുടെ നേതാക്കളാക്കണമേ, ഇമാമുകളാക്കണമേ.
ഓരോ മുഅ്മിനും ഇമാമാവാൻ വേണ്ടിയുള്ള തിരക്കാണ്. എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അധികാരത്തിന്റെ കസേര കിട്ടണം, മുഖ്യമന്ത്രിയാണോ എന്നല്ലല്ലോ അതിന്റെ അർത്ഥം. മറിച്ച് നേതൃത്വം നേടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. ഇവിടെ കഴിഞ്ഞ ദിവസം VD സതീശൻ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോ പത്രസമ്മേളനത്തിൽ പത്രക്കാരോട് സംസാരിക്കുന്നതിനിടയിൽ അന്നേരം നമ്മുടെ PM സുധീരൻ, മുതിർന്ന കോൺഗ്രസ് നേതാവ്, പറഞ്ഞത് കാണാൻ പറ്റും. ക്വാളിറ്റി ഓഫ് ലൈഫാണ് വികസനം എന്ന് പറയുന്നത്. വികസനം എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഓഫ് ലൈഫാണ്. അത് നടപ്പിലാക്കുന്നുണ്ടോ ഉണ്ടോ ഇല്ല എന്നുള്ളതല്ല വിഷയം. അത് ജീവിതത്തിന്റെ ഗുണനിലവാരമാണ് വികസനം എന്ന് പറയുന്നത്. ഒരുപാട് പാലവും റോഡും കെട്ടിടങ്ങളും സമുച്ചയങ്ങളും പാർക്കുകളും വമ്പിച്ച ജനവാസ സൗകര്യങ്ങളും ഒക്കെ ഉണ്ടാക്കി തീർക്കലല്ല. അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചത് എനിക്കറിയില്ല. പക്ഷെ യഥാർത്ഥത്തിൽ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ജീവിത ഗുണനിലവാരങ്ങളുടെ വികാസമാണ് ശരിയായ വികസനം എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ മനുഷ്യർ അനുഭവിക്കുന്ന ആന്തരികവും ബാഹ്യവുമായ മുഴുവൻ പ്രശ്നങ്ങൾക്കുമുള്ള മനസമാധാനം ഉറപ്പുവരുത്തുന്ന പരിഹാരമാണ് വികസനം എന്ന് പറയുന്നത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൽ നിന്ന് നോക്കണം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തുടങ്ങുന്നത് എവിടെ നിന്നാണ്? ബഹുദൈവത്വത്തിൽ നിന്നാണ്. ഇസ്ലാം എന്തുകൊണ്ടാണ്? ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹൂൻ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം കാർക്കശ്യത്തോടെ ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് സംസാരിച്ചത് എന്തുകൊണ്ടാണ്? ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ പടച്ചവൻ ഒന്ന് മാത്രം. ഇത് ഗണിതശാസ്ത്രപരമായി 1 എന്ന സംഖ്യയെ അങ്ങോട്ട് അംഗീകരിച്ചു കൊടുക്കലാണോ? സർവാത്മന ജീവിതത്തിന്റെ സകലമാന മേഖലകളിൽ ചൂഴ്ന്നു നിൽക്കുന്ന ജീവിത മേഖലകളിൽ അല്ലാഹുവിനെ തന്റെ രക്ഷകനും തന്റെ നാഥനും തന്റെ എല്ലാമായി അംഗീകരിക്കലാണ് യഥാർത്ഥത്തിൽ തൗഹീദ് എന്ന് പറയുന്നത്. ഇത് തർക്ക വിഷയമാണ്. ജീവിതം അല്ലാഹുവിന് വേണ്ടി സമർപ്പിക്കുക. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. തൗഹീദ് അതിനകത്തുണ്ട്. എന്റെ നമസ്കാരം, എന്റെ സൽക്കർമ്മങ്ങൾ, എന്റെ ബലി, എന്റെ ജീവിതം, എന്റെ മരണം, സകലതും സർവവും അല്ലാഹുവിനേതല്ല, ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ റബ്ബിനാണ്. അവന് വേണ്ടി അർപ്പിക്കുകയാണ്, കൊടുക്കുകയാണ്. ലാ ശരീക ലഹു, അതിൽ മറ്റാർക്കും ഒരു പങ്കുമില്ല. ഇവിടെ ജീവിതം തൗഹീദ് എന്ന് പറയുന്നതാണ്. അല്ലാതെ ഇങ്ങനെ നീ ഇതെന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടി നരകത്തിലും സ്വർഗത്തിലും പറഞ്ഞേക്കണം. അള്ളാഹ്ക്ക് വേണ്ടി പിശിക്കില്ലാതെ നിന്റെ എല്ലാം, നിന്റെ ആരാധനാ മനോഭാവം മുതൽ, നിന്റെ പ്രാർത്ഥന മുതൽ, നിന്റെ ആരാധനകൾ മുതൽ, നിന്റെ ജീവിതത്തിന്റെ അവസാനത്തെ മേഖലകൾ വരെയും അള്ളാഹ്ക്ക് വേണ്ടി സമർപ്പിക്കുക. അവിടെയെല്ലാം അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുക, നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി സമർപ്പിക്കുക. അപ്പോഴാണ് തൗഹീദ് പൂർണ്ണമാണ്. സഹോദരന്മാരെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ നിന്നാണ് തുടങ്ങിയത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇന്നി വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫതറ അസ്സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ. ഞാൻ എൻ്റെ മുഖത്തെ പ്രപഞ്ചനാഥനായ പടച്ചവനിലേക്ക് തിരിക്കുകയാണ്. അല്ലാഹുവിൽ യാതൊരു പങ്കാളികളുമില്ല. ഞാൻ ഋജുമാനസനായ, നേർക്ക് നേരായ, വക്രതയില്ലാത്ത, കാപട്യമില്ലാത്ത, വളവില്ലാത്ത, വഞ്ചനയില്ലാത്ത, കാപട്യമില്ലാത്ത, നേർക്ക് നേരായ മനസ്സുള്ള പടച്ചവന് സകലത സമർപ്പിക്കുന്ന യഥാർത്ഥ മുഅ്മിനാണ് ഞാൻ. അല്ലാഹുവിന്റെ ഒരു ദാസനാണ് ഞാൻ. ആ അർത്ഥത്തിൽ അങ്ങനെ ഒരാള് ചിന്തിക്കുമ്പോ, അങ്ങനെ ഒരാൾ വിശ്വസിക്കുമ്പോ, അങ്ങനെ ജീവിതം മുഴുവൻ അള്ളാഹ്ക്ക് വേണ്ടി അർപ്പിക്കുമ്പോ, ആ അർപ്പണത്തിന്റെ പൂർണ്ണത ഉണ്ടാവാനാണ് ബലിയെടുക്കാൻ പറയുന്നത്. ബലിയെടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ അള്ളാഹുവിനേക്കാളും വലുതായി നമ്മുടെ മനസ്സിലുള്ള എല്ലാ വലുതുകളെയും ചെറുതാക്കുകയും ആ വലുതുകളെ മുറിച്ചു മാറ്റുകയും ചെയ്ത് അല്ലാഹു അക്ബർ എന്ന് പ്രഖ്യാപിക്കുക. പടച്ചോനാണ് എനിക്ക് ഏറ്റവും വലുത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹവ എന്ന നിലയിൽ മനസ്സിൽ കൂടിയ ബിംബങ്ങളെ മുഴുവൻ ഉടക്കുകയാണ്. ഹവ ശരീരത്തിന്റെ ഇച്ഛ, മനസ്സിന്റെ താല്പര്യങ്ങൾ, അതിന്റെ കണ്ടത്തിൽ കൂടിയാ കത്തി വയ്ക്കുന്നത്. അതുകൊണ്ടാണ് ഈ അറവ് നടക്കുമ്പോൾ ഈ പ്രഖ്യാപനം വരുന്നത്.
അല്ലെങ്കിൽ പിന്നെ എന്താണ് ഈ അറവും ആ തക്ബീറും ആ തഹ്ലീലും തമ്മിലുള്ള ബന്ധം? നമ്മുടെ മനസ്സിൽ വലുതായി വാഴുന്ന മുഴുവൻ വ്യാജ ദൈവങ്ങളെയും വിചാര വികാരങ്ങളെയും അതിന്റെ കണ്ടത്തിലാണ് കത്തിവെക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ കഴുത്തിൽ കത്തിവെക്കുക എന്ന് പറഞ്ഞാൽ പൊന്നുമോൻ അറക്കാനല്ല പോയത്. അള്ളാഹുവിനുള്ള സമർപ്പണത്തിന് പൊന്നുമോനോടുള്ള വാത്സല്യം, സ്നേഹവാത്സല്യം അത് അള്ളാഹുവിന്റെ താല്പര്യത്തെക്കാൾ വലുതായി പോകുമോ എന്ന് തോന്നുമ്പോൾ അള്ളാഹ് പരീക്ഷിച്ചതാണ്. അള്ളാഹ് പരീക്ഷിച്ചപ്പോ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തെളിയിച്ചു, എനിക്ക് എന്റെ പുത്രനേക്കാളും വലുതല്ല, ചെറുതല്ല എന്റെ റബ്ബിനോടുള്ള താല്പര്യം, എനിക്ക് എന്റെ റബ്ബ് തന്നെയാണ് വലുതെന്ന് തെളിയിച്ചപ്പോൾ പറഞ്ഞു അത് സന്ദർഭത്തില്ല, എന്റെ പരീക്ഷണം വിജയിച്ചിരിക്കുന്നു, മതി ഇബ്രാഹിം, നിർത്തിക്കോ, നരബലി അള്ളാഹ് തൃപ്തിക്ക് വേണ്ടി വേണ്ട. അപ്പൊ സഹോദരന്മാരെ പറഞ്ഞു വരുന്നത്, ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആദ്യമായി ചെയ്തത് എന്താ? ജനനായകൻ, ലോകത്തിന്റെ ഇമാം. നിങ്ങൾ നോക്കൂ, ലക്ഷോപലക്ഷം വരുന്ന ജനങ്ങൾ ഈ ഹറമിലേക്ക് ഇങ്ങനെ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുക. തവാഫ് ജലം ഒരു വലിയ ജലപ്രളയമായി, ഒരു വലിയ വെള്ളക്കടലായി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സഫയിലും മർവയിലും ഹറമിലും അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ ഇബ്രാഹിം, ഇസ്മായിൽ, ഹാജറ അലൈഹിമുസ്സലാം അവരാണ് അവിടെ സ്മരിക്കപ്പെടുന്നത്. അവരാണ് അവരുടെ മനസ്സിൽ വാഴുന്ന ഏറ്റവും വലിയ നായകൻ. അപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പഠിപ്പിക്കുന്നത് തൗഹീദാണ്. അല്ലാഹുവിലാണ് എല്ലാം അർപ്പിക്കുന്നത്. പടച്ചോനിൽ എല്ലാം അർപ്പിച്ചു കഴിഞ്ഞാൽ ശക്തമായ ഒരു പിടിവള്ളിയെ മുറുകെ പിടിച്ചിരിക്കുന്നു. ഭയപ്പെടണ്ട, എന്തു വന്നാലും കുലുക്കമില്ലാതെ നിൽക്കാം. അതിനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കണ്ടുപിടിക്കണം. തീ അഗ്നികുണ്ടോ? എന്റെ പേടി ഭരണകൂടത്തിന്റെ അഗ്നികുണ്ടത്തെ പേടിക്കാത്ത ഇബ്രാഹിം അലൈഹി സ്വലാം. കത്തി കൊണ്ട് അറുക്കാൻ പറഞ്ഞപ്പോ ചാഞ്ചല്യമില്ലാതെ നിന്ന ഇബ്രാഹിം അലൈഹി സ്വലാം. ഭാര്യയെ കൊണ്ടുപോയി മണൽക്കാട്ടിലിട്ടിട്ട് പോരാൻ പറഞ്ഞപ്പോ ഒരു മനസ്സങ്കോലവും ഇല്ലാതെ ചെയ്തിട്ട് പോന്ന ഇബ്രാഹിം അലൈഹി സ്വലാം. എവിടുന്ന് കിട്ടിയതാ? ഈ ഈമാൻ നമ്മുടെ ഹൃദയത്തിലേക്ക് കയറ്റണം. സകലമാന അടിമത്തങ്ങളിൽ നിന്നും, സകലമാന വേവലാതികളിൽ നിന്നും, പ്രശ്നങ്ങളിൽ നിന്നും, സങ്കീർണതകളിൽ നിന്നും നമ്മൾ മുക്തരാകും. മനസ്സ് ശുദ്ധമാണ്. അതാണ് ഇബ്രാഹിം അലൈഹി സ്വലാം നമ്മളെ നയിക്കുന്നത് അവിടേക്കാണ്. നമ്മൾ പറയൂലേ, അസ്ബഹന അലാ ഫിത്രത്തിൽ ഇസ്ലാം. രാവിലെ സുബഹിക്ക് എഴുന്നേൽക്കുമ്പോൾ ഉറക്കത്തിൽ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ പറയേണ്ട അസ്ബഹന അലാ ഫിത്രത്തിൽ ഇസ്ലാം വഅലാ കലിമത്തിൽ ഇഖ്ലാസ് വഅലാ ദീനി നബിയിന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ മില്ലത്തി അബീന ഇബ്രാഹിം ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. ഞങ്ങൾ അല്ലാഹുവിന്റെ ദീനിന്റെ ശുദ്ധ പ്രകൃതിയിലായിട്ട് രാവിലെ എഴുന്നേറ്റിരിക്കുന്നു. ഞങ്ങൾ ശുദ്ധമായ കലിമയിലായിട്ട് ഞങ്ങളുടെ ഉറക്കം ഉണർന്നിരിക്കുന്നു. വഅലാ ദീനി നബിയിന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിയുടെ ദീനിലായി ഞങ്ങൾ എഴുന്നേറ്റിരിക്കുന്നു. ഇബ്രാഹിം നബിയുടെ മില്ലത്തിലായി ഞങ്ങൾ ഉറക്കം എഴുന്നേറ്റിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ആ നിലയിൽ ശുദ്ധമായ തൗഹീദ്, അല്ലാഹുവിൽ സകലതും അർപ്പിച്ച് അവനെ വിശ്വസിച്ച് അവന് വേണ്ടി ജീവിച്ച് അവന് വേണ്ടി മരിക്കുന്ന, യഥാർത്ഥത്തിൽ എല്ലാം അല്ലാഹുവിന് സമർപ്പിക്കുന്ന ഒരു മുഅ്മിൻ. ആ മുഅ്മിൻ, അവിടെ ആ മുഅ്മിനെ നയിക്കുന്ന നായകനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം. നമുക്ക് അങ്ങനെ ആവാൻ പറ്റിയ വേവലാതികളില്ല, വിഷമങ്ങളില്ല, പ്രയാസങ്ങളില്ല. ഇവിടെ വന്നിരിക്കുന്ന എത്രയോ ആളുകൾ എത്രമാത്രം പ്രയാസങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും വേവലാതികളുമായിട്ടിരിക്കുന്നവരുണ്ടാകും. കാരണം എന്താ? ആ വേവലാതിയെ നമുക്ക് നീക്കാനുള്ള വഴി റബ്ബാണ്. അവനിൽ തവക്കുലാക്കി അവനിലേക്ക് അടുത്ത് അവനിലെല്ലാം സമർപ്പിക്കുന്നവരായാൽ തീർച്ചയായും നമ്മുടെ മനസ്സിന് ശാന്തിയും സമാധാനവും ധൈര്യവും ഊർജവും പ്രകാശവും എല്ലാം കിട്ടും. ഇത് അല്ലാഹ് പറഞ്ഞതാണ്, ചരിത്രത്തിലൂടെ തെളിയിച്ചത്. സഹോദരന്മാരെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാം അടുത്ത് പ്രാർത്ഥിച്ചത് അവിടെ വിജനമായ ഒരു പ്രദേശത്ത് വലിയ ഒരു നാഗരികതയെ പടുത്തുയർത്തുന്നതിന് മുമ്പ് തന്റെ പ്രിയതമ ഹാജറിനെയും ഇസ്മായിൽ അലൈഹിസ്സലാം എന്ന പൊന്നുമോനെയും കൊണ്ടുപോയി മക്ക മണൽക്കാട്ടിൽ ഒഴിവാക്കുമ്പോൾ ഒരു മനുഷ്യനില്ല, പച്ചവെള്ളമില്ല, പച്ചിലയില്ല, പൂർണ്ണമായി ജീവനറ്റ ഒരു മരുഭൂമിയാണത്. ആ മരുഭൂമിയിൽ ഒരു വലിയ സമൂഹത്തിന്റെ കുറിച്ചുള്ള സ്വപ്നമാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. എന്താണ് ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത്? അല്ലാഹുമ്മ ജഅൽ ഹാദൽ ബലദ ആമിനൻ. പടച്ചവനെ, ഈ നാടിനെ നീ നിർഭയത്വമുള്ള നാടാക്കണം. ഒരു നേതാവ്
ഒരു അധികാരി, ഒരു നായകൻ, അദ്ദേഹം ആരാവണം? ജനങ്ങൾക്ക് നിർഭയത്വം ഉറപ്പുവരുത്തുന്നതാണ്. നബിയുടെ ജീവിത ചരിത്രത്തിൽ എമ്പോട്ട് കാണുന്നത് ജനങ്ങളെ ധൈര്യപ്പെടുത്തുന്ന, നിർഭയത്വം ഉണ്ടാക്കി കൊടുക്കുന്ന പ്രവർത്തനം. ഒരാൾ വന്നിട്ട് ഒരുപാട് സംഭവങ്ങളുണ്ടല്ലോ. ഒരാൾ വന്നിട്ട് നബി എടുത്തു പറയുന്നത്, നബിയെ ഞങ്ങൾക്ക് ഞങ്ങൾ അങ്ങേയറ്റം കഷ്ടപ്പെടുത്തപ്പെടുന്നു, പീഡനങ്ങൾക്ക് ഇരയാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ പൂർവികരായ ആളുകളെ കുഴി പിടിച്ചതിലേക്ക് ഇറക്കിയിട്ട് തലയിലേക്ക് ഈർച്ചവാട് വെച്ചിട്ട് അവരെ മുറിച്ചു മാറ്റിയിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ധൃതി കാണിക്കുകയാണ്, നിങ്ങൾ ക്ഷമിക്കണം, സഹിക്കണം. എത്രത്തോളം എന്നാൽ ഈ സന്നായിൽ നിന്ന് ഹളർമൗത്ത് വരെ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് അല്ലാഹുവിനെ അല്ലാതെ മറ്റാരെയും ഭയപ്പെടാത്തതിൽ യാത്ര ചെയ്യുന്ന ഒരു കാലം വരും. അതുവരെയും നിങ്ങൾ സഹിക്കണം, നിങ്ങൾ ക്ഷമയോടെ പ്രവർത്തിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഇമാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നേതാവ് എന്താണ് ഉദ്ദേശിച്ചത്? ആ നാട്ടിലെ ജനങ്ങൾക്ക് നിർഭയത്തോടു കൂടിയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടാകണം. ആരിൽ നിന്നും ആക്രമണം ഏൽക്കേണ്ടി വരരുത്. ഇതേപോലെ നിരവധി സംഭവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ നിന്ന് ഉദാഹരണമായി നമുക്ക് ഉദ്ധരിക്കാം. സഹോദരന്മാരെ, ഈ അർത്ഥത്തിൽ നമ്മുടെ നാട്ടിലും നിർഭയത്വം ഉണ്ടാവണം. പുതിയ ഭരണാധികാരികൾ വരുമ്പോ, വലിയ വാഗ്ദാനങ്ങൾ കൊടുക്കുമ്പോ, വികസനം എന്ന് പറഞ്ഞാൽ അത് ക്വാളിറ്റി ഓഫ് ലൈഫ് ആണെന്ന് പ്രത്യേകിച്ചെടുത്ത് പറയുമ്പോ, അങ്ങനെയുള്ള ഉപദേശങ്ങൾ കിട്ടുമ്പോ, ഇമാം എന്ന് പറയുന്ന ഞങ്ങളെപ്പോലുള്ള ആളുകൾ, പള്ളിയിലെ ഇമാം, ജനങ്ങളുടെ ഇമാമൊന്നും ആയിട്ടില്ലെങ്കിലും നമുക്കൊക്കെ പറയാനുള്ളത് ആ വാക്കുകളുടെ അർത്ഥം കണ്ടറിഞ്ഞു വേണം ഭരണം മുമ്പോട്ട് കൊണ്ടുപോകാൻ. ജനങ്ങൾക്ക് നിർഭയത്വം ഉണ്ടാകണം. ജാതിയുടെ പേരിൽ, വർണ്ണത്തിന്റെ പേരിൽ, വർഗത്തിന്റെ പേരിൽ, മതത്തിന്റെ പേരിൽ ആളുകളെ തട്ടുകളായി തിരിച്ചു ഉന്മൂലനം നടത്താൻ ശ്രമിക്കുന്ന ഈ രാജ്യത്തെ വർഗീയവാദികളെ നിലക്കി നിർത്താൻ അവരുടെ വിദ്വേഷ പ്രസംഗങ്ങൾക്കെതിരെ നടപടിയെടുത്ത് മാതൃകകൾ സൃഷ്ടിക്കാൻ ഭരണാധിപന്മാർക്ക് കഴിയണം. അവിടെയാണ് അത്. മുസ്ലിങ്ങൾ പറഞ്ഞാൽ മുസ്ലിങ്ങൾ പറയാറില്ലല്ലോ. ആര് പറഞ്ഞൊരു ഉദാഹരണം പോലും കാണാൻ പറ്റില്ല. പക്ഷേ ചില വർഗീയവാദികൾ, ഹിന്ദുത്വ ഫാഷിസ്റ്റ് വർഗീയവാദികൾ അത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ എത്ര തവണ പറഞ്ഞു? ഈ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതിന്റെ സമയത്ത് തന്നെ കൂടെ നിൽക്കുന്ന ഘടകകക്ഷിയെ കുറിച്ച് എന്തെല്ലാം പറഞ്ഞു ആരല്ല. ഒന്നും മിണ്ടാതെ പോകുന്ന ഈ സമീപനം ഭരണത്തിൽ വന്നാലും ഈ ഭരിക്കുന്ന പാർട്ടികൾ തുടരരുത് എന്നാണ്. മറിച്ച് ഈ രാജ്യത്തെ പൗരന്മാരാണവർ. ഹിന്ദു ആയാലും മുസ്ലിം ആയാലും വർഗീയമായ നിലയിലുള്ള ചാപ്പകുത്തലുകൾ പാടില്ല. ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളും അഭിമാനവും പൗരസ്വാതന്ത്ര്യവും ഇതൊക്കെ സംരക്ഷിക്കാൻ ഇവിടെ അധികാരമുണ്ട്, അവർക്ക് അവകാശമുണ്ട്. അതുകൊണ്ട് ഞാനതിന്റെ കാവൽക്കാരനായിരിക്കുമെന്ന് നാടിന്റെ മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും ഒക്കെ പറയാൻ കഴിയുന്ന ഒരു ഭരണമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ രാജ്യത്ത് സമാധാനം ഉണ്ടാവുള്ളൂ. മറിച്ച് വർഗീയത പടർന്നുകൊണ്ടേയിരിക്കുക, അവിടെയൊക്കെ വിഷലിപ്തമായ നിലയിലുള്ള പ്രസംഗങ്ങളും പ്രസ്താവനകളും നടക്കുക, അതിന്റെ പേരിൽ ജനങ്ങളുടെ ദുർവീകരണം ഉണ്ടായിക്കൊണ്ടിരിക്കുക, ആളുകൾ മാറി മാറി മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിലും ഒക്കെ ചിന്തിച്ചു തുടങ്ങുക, അതിന് വളക്കൂറുള്ള സാമൂഹിക അന്തരീക്ഷം സൃഷ്ടിച്ചു കൊടുക്കുക. ഇതിന് ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറയില്ല, ഇതിന് വികസനം എന്ന് പറയില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ ആഗ്രഹിക്കുന്നത് ആരോ എയോ ബിയോ നാട് ഭരിക്കട്ടെ, പക്ഷേ രാജ്യത്തിന്റെ ഭരണഘടന അനുസരിച്ച് മാതൃകാപരമായി എല്ലാ മതവിഭാഗങ്ങളെയും ജനവിഭാഗങ്ങളെയും മതമില്ലാത്തവരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരുടെ പൗരാവകാശങ്ങൾ, ഭരണഘടനാപരമായ അവകാശങ്ങൾ, തുല്യനീതിയും തുല്യാവകാശങ്ങളും പൗരസ്വാതന്ത്ര്യവും ഉറപ്പുവരുത്തുന്നതിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾ അത് ശ്രമിക്കണം. അതിന് പോയേ പറ്റും. അല്ലെങ്കിൽ ജനങ്ങൾക്കാണ്, ജനാധിപത്യത്തിൽ അധികാരം എന്ന് പറയുന്നത് ജനങ്ങൾക്കാണ്, ഫോർ ദ പീപ്പിൾ ആണ്. അപ്പോൾ ഇത് ആ നിലയിലാവണം. ലിന്നാസ് എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഉബരിജത്തിൽ ലിന്നാസ്, നമ്മൾ അല്ലാഹ് ആർക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുകയാണ്? ജനങ്ങൾക്ക് വേണ്ടിയാണ്. ജനാധിപത്യത്തിന്റെ പ്രധാനപ്പെട്ട പോയിന്റ് എന്താ? ഫോർ ദ പീപ്പിൾ, ജനങ്ങൾക്ക് വേണ്ടി. ലിന്നാസ് എന്ന ഖുർആന്റെ പ്രയോഗം, ജനങ്ങൾക്ക് വേണ്ടി എന്ന ഖുർആന്റെ പ്രയോഗത്തിന്റെ നേരെ ട്രാൻസ്ലേഷൻ ആണ് ഫോർ ദ പീപ്പിൾ.
അല്ലേ? അപ്പൊ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യമെങ്കിൽ ജനങ്ങൾക്കാണ് അധികാരം ജനാധിപത്യത്തിൽ. അപ്പൊ ജനങ്ങൾ എന്ത് വേണം? നിശബ്ദരായി നാളിതുവരെ നാട് മുഴുവൻ നശിക്കുന്നവരെ നോക്കിയിരിക്കാതെ ജനങ്ങൾക്ക് പ്രതിഷേധങ്ങളും അഭിപ്രായ സ്വാതന്ത്ര്യവും ഉപയോഗപ്പെടുത്തണം. ജനാധിപത്യത്തിൽ പ്രതിഷേധിക്കാനുള്ള അവകാശങ്ങൾ ഉപയോഗപ്പെടുത്തിയാലേ ഭരണാധിപന്മാരെ നന്നാവുള്ളൂ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അധികാരമേറ്റ സമയത്ത് അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞെന്താ? അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്നി ഖദ് ഉല്ലിതു അലൈക്കും, ഞാൻ എന്റെ മേൽ അധികാരം ചുമതലപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. വലസ്തു ബിഖൈരിക്കും, ഞാൻ നിങ്ങളെക്കാളും വലിയ ആളൊന്നുമല്ല, നിങ്ങളെക്കാൾ ഉത്തമനൊന്നുമല്ല ഞാൻ. ഫഇൻ അഹ്സൻതു ഫഅഇനൂനി, ഞാൻ നന്മ ചെയ്താൽ നിങ്ങൾ എന്നെ സഹായിക്കും. വഇൻ അസഅ്തു ഫഖവ്വിമൂനി, എനിക്ക് തെറ്റിപ്പോയാൽ നിങ്ങൾ എന്നെ നേരെയാക്കണം. അതാണ് ഒരു ഭരണാധിപൻ. എനിക്ക് തെറ്റിപ്പോയാൽ നിങ്ങൾ എന്നെ നന്നാക്കണം എന്ന് ജനങ്ങളോട് പറയുകയാണ്. ആ ജനങ്ങൾക്ക് നന്നാക്കാനുള്ള അവകാശവും അധികാരവും വകവെച്ചു കൊടുക്കുകയാണ്. അസ്ദിഖു അമാന, സത്യം എന്ന് പറയുന്നത് ഉത്തരവാദിത്തമാണ്. വൽ കദിബു ഖിയാന, കളവ് എന്ന് പറയുന്നത് വഞ്ചനയാണ്. വല്ലഈഫു ഫീകും ഖവിയ്യുൻ ഇൻദി ഹത്താ ഉരിഹ അലൈഹി ഹഖഹു ഇൻഷാഅല്ലാഹ്, നിങ്ങളുടെ അടുക്കൽ ശക്തനായിട്ടുള്ള ആള് എന്റെ അടുക്കൽ ദുർബലനാണ്. ആ ദുർബലന്റെ അവകാശം, മറ്റുള്ളവന്റെ അവകാശം പിടിച്ചു വാങ്ങി കൊടുക്കുന്നത് വരെ അവൻ എന്റെ അടുക്കൽ ദുർബലനായിരിക്കും. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, നിങ്ങളുടെ അടുക്കൽ ദുർബലനായ ആളെ എന്റെ അടുക്കൽ ശക്തനായിരിക്കും. അതിങ്ങനെ മനോഹരമായി പറയും. നിങ്ങൾ ആലോചിച്ചു, എത്ര മനോഹരമായ ഒരു ജനാധിപത്യത്തിന്റെ ഭാഷയാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉപയോഗിക്കുന്നത്. നമ്മുടെ ഭരണാധികാരികൾക്ക് അത് പറയാൻ പറ്റും. ഏറ്റവും പുരോഗമിച്ച തത്വശാസ്ത്രങ്ങളും സിദ്ധാന്തങ്ങളും മനുഷ്യവിമോചന പ്രത്യയശാസ്ത്രങ്ങളും ഒക്കെ പുരോഗമിച്ചു നിൽക്കുന്ന, ഭരണഘടനാപരമായ ജനങ്ങൾക്ക് വേണ്ടി പുരോഗമിച്ച ലോസുകളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സമയത്ത് ഇതേപോലത്തെ ഒരു പ്രസംഗം, ഇത് തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടതിൽ ഇവിടത്തെ നിയമസഭകളുടെ അല്ലെങ്കിൽ നമ്മുടെ ലോകസഭയുടെ രാജ്യസഭയുടെ ഒക്കെ നടുത്തളത്തിൽ വിപ്രകാശിക്കേണ്ട വാക്കുകളാണ്. എത്ര മനോഹരമായ വാക്കുകളാണ്. നമ്മളെന്താ വിചാരിച്ചു, ഇസ്ലാമിക ഭരണാധികാരി ഏതോ ചില കുളിക്കാത്ത മനുഷ്യന്മാർ ആയുധം പിടിച്ച് പെണ്ണും പിടിച്ചിടണം, ഇതല്ലേ നമ്മളെ പഠിപ്പിച്ചേക്കുന്നത്? ഇതല്ലേ മതേതര ചരിത്രകാരന്മാർ നമ്മളെ പഠിപ്പിച്ചേക്കുന്നത്? അള്ളാന്റെ റസൂലിനെ പറ്റി, ഖലീഫമാരെ പറ്റി പഠിച്ചു നോക്കൂ. എത്ര പുരോഗമനമായിട്ടുള്ള പരിഷ്കാരങ്ങളാണ് അവർ കൊണ്ടുവന്നത്. അവരുടെ നാക്കെടുത്തിട്ട് സംസാരിച്ച വാക്കുകളുടെയൊക്കെ തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെടേണ്ടതാണ്. ഇതൊക്കെ നമ്മൾ ചരിത്രത്തിൽ കാണുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം നോക്കിയാൽ ഇത് തന്നെ. നിങ്ങൾ നോക്കൂ, അടുത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞെന്താ? ഇബ്രാഹിം നബി അലൈഹി സ്വലാം അടുത്ത അല്ലാഹുവോട് പ്രാർത്ഥിച്ചത് വറുസുഖ് അഹ്ലഹു മിനസ് സമറാത്ത്, പടച്ചവനെ അവർക്ക് നീ സുഭിക്ഷത നൽകണമേ എന്നാണ്, അവർക്ക് ഭക്ഷ്യവിഭവങ്ങൾ നൽകണമേ എന്നാണ്. അപ്പൊ ഒരു ജനങ്ങളുടെ നേതാവ് ജനങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തണം. നമ്മുടെ കേരളത്തെയോ അല്ലെങ്കിൽ ഇന്ത്യയെയും അത്രത്തോളം ബാധിച്ചിട്ടില്ല. ഏകദേശമൊക്കെ പട്ടിണി അത്ര വലിയ പ്രശ്നമല്ലാത്തൊരവസ്ഥയിലാണ്. ഈ ഗ്രാമങ്ങളിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട്, ശരിയാണ്. പക്ഷെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം, കേരള രാഷ്ട്രീയത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ കേരളത്തിൽ പട്ടിണി എന്ന് പറയുന്നത് അത്ര വലിയൊരു പ്രശ്നമൊന്നുമല്ല. എങ്കിലും ഇവിടെ നമ്മൾ നേരിടുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് എന്താ? നമുക്ക് ഇറക്കുമതിയാണ്. നമുക്ക് പഴങ്ങളും പച്ചക്കറികളും ധാന്യങ്ങളും എല്ലാം അയൽ സംസ്ഥാനങ്ങളിൽ നിന്നോട്ട് ഇറക്കുമതി. പണ്ട് നമുക്കിവിടെ സ്വന്തമായി ഉൽപാദന ശേഷി ഉണ്ടായിരുന്ന എല്ലാം നഷ്ടപ്പെട്ടു. നമ്മുടെയൊക്കെ ഈ ഭയങ്കര തലതിരിഞ്ഞ വികസന മോഹങ്ങൾ കാരണം കണ്ടിടത്തൊക്കെ കെട്ടിടം ഉണ്ടാക്കി വലിയ വലിയ ഫാക്ടറികളും മറ്റും ഉണ്ടാക്കി കൂട്ടി ഇവിടെ എല്ലാം ഇടിച്ചു നിരത്തി എല്ലാം വലിയ ബിൽഡിങ്ങുകളാണ്. നമ്മൾ തന്നെ നമുക്ക് നാശങ്ങൾ വരുത്തി വെക്കുക. നമുക്ക് ഉൽപാദനങ്ങളില്ല, നമുക്ക് കൃഷിയില്ല, ആ അവസ്ഥയിലേക്ക് പോകാൻ. ഇത് മാത്രമല്ല, നമുക്ക് കിട്ടുന്ന പഴങ്ങളും പച്ചക്കറികളൊക്കെ വിഷമായ നമ്മൾ അനുഭവിക്കുന്നത് ചൂഷണം. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് ഭക്ഷ്യസുരക്ഷ എന്ന അർത്ഥത്തിൽ, ആ അർത്ഥത്തിൽ നമുക്ക് ഫുഡ് സേഫ്റ്റി കൺട്രോളൊക്കെ ഉത്തരവാദിത്തങ്ങളൊക്കെ നിർവഹിക്കാൻ അവർക്ക് കഴിയേണ്ടതുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മുടെ വരുമാനം വിലക്കയറ്റവും പറയുന്ന ഓമിച്ച പ്രശ്നങ്ങൾ. അപ്പൊ ഇതൊക്കെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ എന്നായിരിക്കും നിങ്ങൾ ചോദിക്കുക. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞതിന്റെ താല്പര്യമല്ലേ ഞാൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവർക്ക് അല്ലാഹുവേ നീ ഭക്ഷ്യവിഭവങ്ങളെല്ലാം വേണ്ടുവോളം നൽകണമെന്നാണ്. അപ്പോൾ ജനങ്ങൾക്ക് ഇതെല്ലാം ഉറപ്പുവരുത്തുമ്പോഴേ യഥാർത്ഥ ഒരു ഇമാം അവിടെ ഉണ്ടായിത്തീരുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇന്ന ഇബ്രാഹിം അല്ല അവ്വാഹുൻ ഹലീം, അങ്ങേയറ്റം കാരുണ്യമുള്ളയാളും അതേപോലെ തന്നെ സഹനശീലമുള്ളയാളുമായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാം.
അപ്പൊ അത്രത്തോളം കാരുണ്യമുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതേപോലെ ഒരു ഭരണാധിപൻ അങ്ങനെയാണ്. മനുഷ്യന്മാർക്ക് വിമുഖത കാണിക്കുന്ന, മസിൽ പിടിച്ചു നിൽക്കുന്ന ആളാവരുത്, എല്ലാവർക്കും മുഖം കൊടുക്കുന്ന. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ പിടിച്ചിട്ട് അവിടുത്തെ അടിമ പെൺകുട്ടികൾ, കൊച്ചു പെൺകുട്ടികൾ പോലും നബിയെ പിടിച്ചിട്ട് കയ്യിൽ പിടിച്ചിട്ട് കൊണ്ടുപോയി ഏതെങ്കിലും പാറക്കെട്ടിൽ കൊണ്ടുപോയി കഥ പറയുകയും വിഷമങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുമായിരുന്നു എന്നാണ് ചരിത്രം. എല്ലാവരുടെയും കേൾവിക്കാരനാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പരിശുദ്ധ ഖുർആൻ പറയുന്നത് ശത്രുക്കൾ ആക്ഷേപിച്ചത് എന്താ? അയാൾ ചെവിയനാണ് എന്ന് പറഞ്ഞാൽ എന്താ കാരണം? ആധുനിക മനഃശാസ്ത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. കൗൺസിലിംഗ് സൈക്കോളജി പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും എന്താണ് ഒരാള് ഒരു സൈക്കോളജിസ്റ്റ് ആരായിരിക്കണം, അല്ലെങ്കിൽ ഒരു കൗൺസിലർ ആരായിരിക്കണം? നല്ല കേൾവിക്കാരനായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല കേൾവിക്കാരനായിട്ട് എല്ലാവരുടെ പരാതികളും പരിഭവങ്ങളും പ്രശ്നങ്ങളും കേൾക്കുന്ന ആളായിരുന്നു. അതുകൊണ്ടാണ് അവർ ഉദിനെന്ന് പറയുന്നത്. അള്ളാഹ് മറുപടി എടുത്ത് അത് നിങ്ങൾക്ക് നന്മയ്ക്ക് വേണ്ടിയുള്ള കാതാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പരിശുദ്ധ ഖുർആൻ. സഹോദരന്മാരെ, അപ്പൊ ആ അർത്ഥത്തിലല്ല, ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം നമുക്ക് കാണാൻ പറ്റും. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അതുപോലെ തന്നെ മക്കള് തലമുറകളുടെ നന്മയ്ക്ക് വേണ്ടി നമസ്കാരമുള്ളവരാകണം, പരലോകത്തിൽ വിജയിക്കുന്നവരാകണം എന്നൊക്കെ പ്രാർത്ഥിച്ചതായിട്ട് കാണാൻ കഴിയും. അപ്പോ ഭാവി തലമുറ നല്ലവരായി തീരണം എന്നുള്ള വലിയ ഉത്കർഷ, വലിയൊരു താല്പര്യം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിക്ക് ഉണ്ടായിരുന്നു എന്നെല്ലാം നമുക്ക് ചരിത്രത്തിൽ നിന്ന് കാണാൻ കഴിയും ധാരാളം ഉദാഹരണങ്ങൾ. അപ്പോ അതുപോലെ തന്നെ ത്യാഗം സഹിച്ചു ജനങ്ങൾക്ക് വേണ്ടി. അങ്ങനെ വന്നപ്പോഴാണ് സകലതും പൂർത്തിയാക്കി കഴിഞ്ഞപ്പോ ഞാൻ നിന്നെ ജനങ്ങളുടെ നേതാവാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ള അർത്ഥമാണ്. അപ്പൊ ആ അർത്ഥത്തിൽ ജാതിവാദ ഭേദമന്യേ സകല മനുഷ്യർക്കുമുള്ളതാണ് ഈ പ്രപഞ്ചനാഥനായ പടച്ചോന്റെ. അത് നമ്മളെങ്കിലും ഒന്ന് കേട്ടിരിക്കുക എന്ന അർത്ഥത്തിൽ ചില കാര്യങ്ങൾ നിങ്ങളോട് സൂചിപ്പിച്ചു എന്ന് മാത്രമാണുള്ളത്. അല്ലാഹു തആല നന്മ വിളയുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ നമുക്ക് നമ്മളാൽ കഴിയുന്ന പരിശ്രമങ്ങളിൽ ഏർപ്പെടാൻ തൗഫീഖ് തരട്ടെ. നമുക്ക് അധികാരമുള്ള നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ സമൂഹങ്ങൾ, നമ്മുടെ ക്ലാസ് റൂമുകൾ, നമ്മുടെ ഷോപ്പുകൾ, അവിടെയൊക്കെ തന്നെ നീതിപരമായി സത്യസന്ധമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അല്ലാഹു നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, നമ്മുടെ ഉലഹിയത്ത് ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമലാണ് ഉലഹിയത്ത്.